എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെടിച്ചട്ടിയിൽ കൈ നിറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ പോകുന്നതാണ്. ഇതുപോലെ ആർക്കും പുതിന വീട്ടിൽ തന്നെ നട്ട് വളർത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന കൈ നിറച്ചും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഈ വീഡിയോ ഫുള്ളായി കാണണം. വെറും 3 മിനിറ്റ് മാത്രമാണ് ഈ വീഡിയോ ഉള്ളത്. അതുകൊണ്ട് ഫുള്ളായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പുതിന മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. ഒരു 10 രൂപ കൊടുക്കുമ്പോൾ ഒരു കെട്ട് പുതിന കിട്ടും. ആ പുതിന കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഇലയെല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തണ്ട് ഒരു ഗ്ലാസ്സിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു ദിവസം ഒഴിക്കുന്ന വെള്ളം അടുത്ത ദിവസം മാറ്റി വേറെ പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരാഴ്ച തുടർന്ന് മതി. ഇതിൽ വേരും ഇതുപോലെ ഇലയും കിളിർത്ത് വരും. ഇത്ര വന്നു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ചട്ടിയിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ നട്ട് കൊടുത്താൽ മതി. ആദ്യം മണ്ണ് നനച്ചു കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ നട്ട് കൊടുക്കാനായിട്ട്. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇലകൾ വന്നു തുടങ്ങും. ഇങ്ങനെ ഇലകൾ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇത് നമുക്ക് ഈ ഇല നിങ്ങൾ കളയരുത്. ഇത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം, ജ്യൂസിലിടാം, നമുക്ക് മിൻറ്റ് ചായ ഉണ്ടാക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മണമുള്ള പുതിന കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷം തോന്നും. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ കൈ നിറച്ച് പുതിന വന്നു തുടങ്ങും. ഇത് ഇപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി എടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ പ്രാവശ്യവും ഇതുപോലെ നല്ലതുപോലെ കിളിർത്ത് വരും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ പുതിന ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇങ്ങനെ എടുക്കുന്ന പുതിന നിങ്ങൾക്ക് കുറേ നാൾ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം, ജ്യൂസിലിടാം, എന്ത് വേണമെങ്കിലും പുതിന നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ വയറ്റിൻ്റെ അസുഖങ്ങൾക്ക് നല്ല ഒരു മൗത്ത് ഫ്രഷ്നർ കൂടിയാണ് പുതിന. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ഇതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെറും 10 രൂപയ്ക്ക് എന്തുമാത്രം പുതിനയാണ് നമ്മൾ വീട്ടിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് തയ്യാറാക്കാൻ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇതുപോലെ തന്നെ പുതിന വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആർക്കും ഫെയിലാവത്തില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും പുതിന ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടി ഈ അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.